ഞങ്ങളിപ്പോൾ ഉള്ളത് മേപ്പാടിയിലെ പുഞ്ചിരിമട്ടത്താണ്. അതിഭീകരമായ ഒരു ദുരന്തത്തിൻ്റെ ബാക്കിപത്രമാണ് ഇവിടെ ഉള്ളത്. നൂറുകണക്കിന് വീടുകൾ, നൂറുകണക്കിന് ആളുകൾ ഒരു രാത്രി കൊണ്ട് ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ ഒരു വലിയ ദുരന്തത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. പ്രകൃതിയുടെ സംഹാര താണ്ഡവമായിരുന്നു ഈ പ്രദേശത്ത് ഒറ്റ രാത്രി കൊണ്ടുണ്ടായത്. എത്രയോ ജീവനുകൾ പൊലിഞ്ഞുപോയി. പലരുടെയും മൃതശരീരങ്ങൾ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. പലതും അവശിഷ്ടങ്ങളാണ് കിട്ടിയത്. ഇപ്പോഴും ഈ മണ്ണിനടിയിൽ പലരുടെയും മൃതശരീരങ്ങൾ ഇപ്പോഴും കിടക്കുകയാണ്. വളരെ ദുഃഖകരമായ പല കുടുംബങ്ങളിലെയും നാഥന്മാർ നഷ്ടപ്പെട്ടു, കുട്ടികൾ നഷ്ടപ്പെട്ടു, സഹോദരന്മാർ നഷ്ടപ്പെട്ടു. സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ ദുരന്തം ബാക്കി വച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ പലതരത്തിലുള്ള സഹായങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തകർ എല്ലാ ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് വലിയ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അഭിനന്ദിക്കപ്പെടേണ്ട പ്രവർത്തനമാണ് ചെയ്യുന്നത്. പോലീസ്, പട്ടാളം, ഫയർഫോഴ്സ്, ജനങ്ങൾ, ജനപ്രതിനിധികൾ എല്ലാവരും കൂട്ടായ വലിയൊരു മുന്നേറ്റമാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. എല്ലാവരും അഭിനന്ദിക്കപ്പെടേണ്ട നിസ്വാർത്ഥമായ പ്രവർത്തനം ചെയ്ത ആളുകളാണ്. ഇപ്പോൾ എനിക്ക് ബന്ധപ്പെട്ട സർക്കാരുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പ്രദേശത്തെ മരണപ്പെട്ട ആളുകൾ, പരിക്കേറ്റ ആളുകൾ, വീട് നഷ്ടപ്പെട്ട ആളുകൾ, അതേപോലെ മറ്റുള്ള നഷ്ടങ്ങൾ നേരിടുന്ന ആളുകൾ, ഇവരൊക്കെ തന്നെ വലിയ രൂപത്തിലുള്ള കടക്കെണിയിലാണ് ഇപ്പോൾ ഉള്ളത്. മരണപ്പെട്ട ആളുകളിൽ പലർക്കും വലിയ ലോണുകളും അതേപോലെ തന്നെ തിരിച്ചടയ്ക്കേണ്ട ബാധ്യതകളുമുണ്ട്. അതേപോലെ പരിക്കേറ്റ ആളുകൾ, കുടുംബത്തിൽ നിന്ന് അംഗങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ, വീട് നഷ്ടപ്പെട്ട ആളുകൾ, അതിനൊക്കെ ഭവന ലോണുകളുള്ള ആളുകളുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള വായ്പകളൊക്കെ തന്നെയുള്ള ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, സഹകരണ ബാങ്കുകളിലുള്ള എല്ലാ കടങ്ങളും അടിയന്തരമായി കൊണ്ട് സംസ്ഥാന സർക്കാർ എഴുതി തള്ളണം. അതേപോലെ ദേശസാൽകൃത ബാങ്കുകളിലുള്ള എല്ലാ ലോണുകളും കേന്ദ്ര സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ എഴുതി തള്ളിക്കൊണ്ട് മരിച്ചുപോയ ആളുകളുടെ ബാധ്യതകൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അതിന് മണിക്കൂറുകളുടെ താമസം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എത്രയും വേഗം ഒരു അടിയന്തര ഉത്തരവിറക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ദേശസാൽകൃത ബാങ്കുകളിൽ, അതായത് ഭവന ലോണുകൾ ഉണ്ടാവാം, വ്യക്തിഗത വായ്പകൾ, അങ്ങനത്തെ എല്ലാ വായ്പകളും ഈ ദുരന്തത്തിൻ്റെ ഈ മേഖലയിലുള്ള ഈ മേപ്പാടിയിലെ ഈ പ്രദേശത്ത്, അതായത് മുണ്ടക്കൈയിലും ചൂരൽമലയിലും അതേപോലെ പുഞ്ചിരിമട്ടം ഈ പ്രദേശത്തിന് സമീപത്തുള്ള ആളുകളുടെ എല്ലാ ലോണുകളും അടിയന്തരമായിട്ട് എഴുതി തള്ളണം. അത് ദേശസാൽകൃത ബാങ്കിലുള്ള ലോണുകൾ അത് കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത്. അതേപോലെ സഹകരണ ബാങ്കുകളിലുള്ള ലോണുകൾ സംസ്ഥാന സർക്കാർ എഴുതി തള്ളണം. അതിന് മറ്റു തരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി വൈകിപ്പിക്കരുത്. മരിച്ച ആളുകളെ പൂർണ്ണമായും കടങ്ങളിൽ നിന്ന് വിമുക്തരാക്കിക്കൊണ്ട്, അതേപോലെ കുടുംബത്തിൽ നിന്ന് അംഗങ്ങളെ നഷ്ടപ്പെട്ട് വേദനിക്കുന്ന ആളുകൾക്ക് അവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് ബാങ്കുകളിൽ നിന്ന് മെസ്സേജ് വരരുത്, അവർക്ക് ബാങ്കുകളിൽ നിന്ന് കത്തുകൾ വരരുത്. എത്രയും വേഗം തന്നെ ആ ലോണുകളൊക്കെ തന്നെ അടിയന്തരമായിട്ട് എഴുതി തള്ളണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത്, പലരും ഈ സമയത്ത് തങ്ങൾ 100 ഏക്കർ കൊടുക്കും, 200 ഏക്കർ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിൽ പലരും നേരത്തെ ഉണ്ടായിരുന്ന ദുരന്ത സമയത്ത് വീട് കൊടുക്കും, ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെ, ഒന്നും ചെയ്യാതെ എല്ലാ ദുരന്ത സമയത്തും മാധ്യമങ്ങളിൽ വന്ന് കൊടുക്കുമെന്ന് പറയുന്നൊരു വിഭാഗം ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് ഈ വാക്ക് പറഞ്ഞ ആളുകൾ കൃത്യമായി ഭൂമി അവർ കൊടുക്കണം. അത് തരുന്നില്ലെങ്കിൽ അതിനാവശ്യമായ നടപടി, ഒരു വിശ്വാസവഞ്ചനയ്ക്കുള്ള നടപടി. കാരണം പുത്തുമലയിൽ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞ പലരും, സഹായം കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതല്ലാതെ പിന്നീട് അത് കൊടുത്തിട്ടില്ല. അത് ഞാൻ പേര് പറയുന്നില്ല. അവരിൽ തന്നെ പലരും ഇപ്പോൾ വീണ്ടും വൻതോതിൽ വാഗ്ദാനം പറയുന്നുണ്ട്. ആ വാഗ്ദാനം സമയബന്ധിതമായി നടപ്പിലാക്കുന്നുവെന്ന് ബന്ധപ്പെട്ട ആളുകൾ ഉറപ്പുവരുത്തണം. സർക്കാർ, റവന്യൂ വകുപ്പ് ഉറപ്പുവരുത്തണം. അത് ചെയ്യുന്നില്ലെങ്കിൽ വിശ്വാസവഞ്ചനയ്ക്ക് എതിരായ നടപടികൾ ഉണ്ടാവണം. കാരണം കഴിഞ്ഞതോ സംഭവിച്ചു. ഇനി അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ വെറും പാഴ് വാഗ്ദാനങ്ങൾ ഉണ്ടാവരുതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ഭാവിയിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ തെറ്റായ സൂചനകൾ നൽകും. അതേപോലെ തന്നെ വീടുകൾക്ക് അനുയോജ്യമായ ഭൂമി മാത്രമേ ആളുകളോട് സ്വീകരിക്കാവൂ. അല്ലാതെ ചില ആളുകളൊക്കെ തന്നെ ഭൂമി ഒന്നിനും കൊള്ളാത്ത ഭൂമി കാണിച്ചു കൊടുക്കുകയും അവിടെ പറ്റില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞതുകൊണ്ട് ഭൂമി ഇനി എടുക്കണ്ട, ഞങ്ങളെ വീട് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അതൊന്നും പറ്റില്ല. നല്ല അനുയോജ്യമായ സുരക്ഷിതമായ ഭൂമി കൊടുക്കാൻ കഴിയുന്ന ആളുകളെ വാഗ്ദാനം ചെയ്യാവൂ. നാളെ അത് പരിസ്ഥിതി ലോല പ്രദേശമാണ്, പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഏർപ്പാട് പറ്റില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് പ്രധാനമായിട്ട് വീണ്ടും ആവർത്തിക്കുകയാണ്, വയനാട് ജില്ലയുടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കൽപ്പറ്റയിലാണ് വേണ്ടത്. അത്
മടക്കിമലയിൽ MK ജിനചന്ദ്ര ട്രസ്റ്റ് കൊടുത്ത 50 ഏക്കർ ഭൂമിയിൽ അവിടെ മെഡിക്കൽ കോളേജ് അടിയന്തരമായിട്ട്, മാനന്തവാടിയിലുള്ള മെഡിക്കൽ കോളേജ് അവിടെ നിൽക്കട്ടെ, വയനാട് ജില്ലയിലെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഒരു ആശുപത്രി. കാരണം ഈ മേപ്പാടിയിലെയോ കൽപ്പറ്റയിലെയോ വൈത്തിരിയിലെയോ ഒക്കെ തന്നെ ആളുകൾക്ക്, ഇനി ബത്തേരിയിൽ പോലും ആളുകൾ 2 മണിക്കൂർ സഞ്ചരിച്ച് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് പോകുന്ന ഒരു പരീക്ഷണത്തിന് നിൽക്കില്ല. അപ്പോഴത്തേക്ക് രോഗി മരിച്ചു പോകും. അപ്പോൾ അതിനേക്കാൾ ഭേദം ആളുകൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോകുന്ന വീണ്ടും കോഴിക്കോട്ടേക്കാണ്. അതുകൊണ്ട് ആ 50 ഏക്കർ ഭൂമിയിൽ അടിയന്തരമായിട്ട് എല്ലാ രക്ഷാപ്രവർത്തനത്തിനും സജ്ജീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു അത്യാധുനികമായ മെഡിക്കൽ കോളേജ് സംവിധാനം അവിടെ ഉണ്ടാക്കണം. അതിന് മറ്റുള്ള താല്പര്യങ്ങളൊക്കെ മാറ്റിവെക്കണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതിന് അടിയന്തരമായ നടപടി, ഇതൊരു ചികിത്സാ കേന്ദ്രമാണ് ആദ്യമായിട്ട് വയനാട്ടിൽ വേണ്ടത്. അത് മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അത് കടലാസിൽ പഠിക്കാൻ കുട്ടികൾക്ക് ഉപകാരപ്പെടും. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് ചികിത്സ എന്നുള്ള നിലക്ക് അത് ഉപകാരപ്പെടില്ല, അതൊരു പരാജയമായിരിക്കും. അതുകൊണ്ട് അടിയന്തരമായിട്ട് ശ്രീ MV ശ്രേയാംസ്കുമാർ MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് MK ജിനചന്ദ്ര ട്രസ്റ്റിൽ നിന്ന് ഭൂമി വാങ്ങിയതാണ്. അത് എത്രയും പെട്ടെന്ന് ഉപയോഗപ്പെടുത്തണം. അവിടെ മെഡിക്കൽ കോളേജ് പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.